അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ലൈവ് എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവരോ അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷകളോടെ വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നവരോ ആയ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളും അതോടൊപ്പം മാർഗനിർദ്ദേശങ്ങളുമാണ് ഈയൊരു ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു ലൈവ് എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നൽകുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ്. അദ്ദേഹത്തെ ഈ ലൈവ് ഓൺലൈൻ കൗൺസിലിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഡോക്ടർ ഫസലുർ റഹ്മാൻ. ഈയൊരു ഓൺലൈൻ കൗൺസിലിങ്ങിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒരു സഹോദരി എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ് ആദ്യമായി നമ്മൾ വായിക്കുന്നത്. ഭർത്താവ് സ്നേഹത്തോടെ ഒന്നും സംസാരിക്കാറില്ല. വിളിച്ചാൽ തന്നെ ഞാൻ അങ്ങോട്ട് വാ തോരാതെ സംസാരിക്കുക എന്നതല്ലാതെ അദ്ദേഹം ഇങ്ങോട്ടൊന്നും പറയുവാൻ താല്പര്യമുള്ളതായി തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് ദാമ്പത്യ ജീവിതത്തിനോട് തന്നെ പ്രത്യേകിച്ചൊരു താല്പര്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ സമാനമായ ചോദ്യങ്ങൾ വേറെയും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. രണ്ട് വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ഈ ശബ്ദം ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ വിവാഹിതരായ ദമ്പതികളുടെ മാതാപിതാക്കൾ ഇവരുടെ ജീവിതം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന ഏറ്റവും വലിയ ആശങ്കയോടുകൂടെ ഇതിനെ നോക്കിക്കാണുന്ന ആളുകളും ഇരിക്കുന്നുണ്ട്. മിക്കവാറും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വിവാഹിതരിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ ചോദ്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനൊരു ആമുഖം ഏതാനും ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ മറുപടിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും ചില പരാജയങ്ങൾ മണക്കുമ്പോഴേക്കും ഇതിനി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന ചിന്തയിലേക്കാണ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ദമ്പതികളും മാതാപിതാക്കളും എത്തിച്ചേരുന്നത്. ഏറ്റവും അപകടകരമാണ് ഈ ചിന്ത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പരാജയം രണ്ട് ദമ്പതികൾക്കും ഇതിൽ വിജയിക്കാനാകുമോ ഇല്ലയോ എന്ന തോന്നലാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിജയിക്കാൻ കഴിയുകയില്ല എന്നതിൻ്റെ സൂചനകളാണ് ദാമ്പത്യത്തിലുള്ള ചില പ്രശ്നങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ദമ്പതികളും ബുദ്ധിയുള്ള രക്ഷിതാക്കളും അതിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? ഈ പരാജയം ഈ ഒരു ബന്ധത്തിൽ മാത്രം പരിമിതമാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഭർത്താവിന് അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഈ ദമ്പതികൾക്ക് ഇനിയൊരു വിവാഹത്തിൽ വിജയിക്കാൻ കഴിയുമെന്നെങ്കിൽ നമ്മളെങ്ങനെ പറയും? അതുകൊണ്ട് ഏറ്റവും പ്രധാനം, ഒരു വിവാഹം കഴിഞ്ഞു, അതെല്ലാവരും അറിഞ്ഞു, ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ആ സ്ഥിതിക്ക് ഇത് വിജയിപ്പിക്കുവാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശേഷം മാത്രമേ എന്തുള്ളൂ, ഇത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചിന്തയിലേക്ക് പ്രവേശിക്കാനേ പാടുള്ളൂ. അത് സ്വന്തമായ നമ്മുടെ ഒരു അഭിപ്രായം മാത്രമല്ല, ഇസ്ലാം തന്നെ അങ്ങനെയാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു നുഷൂസ്, ഒരു ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ സൂചനയിൽ പെടുകയാണെങ്കിൽ അവരെ ഉപദേശിക്കണം. തൽക്കാലം ചില മാറ്റി നിർത്തണം, പിന്നെ മാധ്യസ്ഥ ചർച്ചകൾ നടക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കേണ്ട. കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഇത് അവസാനിപ്പിച്ചൊരു പുതിയ വിവാഹമാണ് പരിഹാരം എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിഹാരമല്ല ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വിവാഹിതരായ ദമ്പതികളോട് ചെറിയ ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരോട് പൊതുവായി പറയാനുള്ളത്, നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഒരു പരിശീലനത്തിനുള്ള, എനിക്കൊരു ദാമ്പത്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയായി ഈ പ്രശ്നങ്ങളെ സ്വീകരിക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ വഴിയും നോക്കിയിട്ട് ഇനി മുന്നോട്ട് പോവില്ലെന്ന് 100% വ്യക്തമാകുമ്പോഴാണ് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സഹോദരി പറയുന്നത് എന്താണ്, ഭർത്താവുമായിട്ടുള്ള ആശയവിനിമയങ്ങളിൽ വരുന്ന പ്രയാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത്.
ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെ പരിചയപ്പെട്ട് തുടങ്ങുമ്പോഴും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരു പുതിയ കോളേജിലോ ക്ലാസ്സിലോ നിങ്ങൾക്ക് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സമയമെടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ സംസാരങ്ങൾ സ്വീകരിക്കാനും നിങ്ങൾക്ക് മറുപടി പറയാനും മനസ്സടക്കുവാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനുള്ള ഒരു സമയം കാലാവധി വേണമല്ലോ. അതാരുമായിട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയപരിമിതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. നമുക്ക് ആരുമായും കമ്മ്യൂണിറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്കൊരു വ്യത്യാസമുണ്ടെന്ന്, ചില ക്യാരക്ടറുമായിട്ട് നമ്മൾ എങ്ങനെ ഒത്തുപോകും. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എത്രയോ തലങ്ങളിൽ ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ടല്ലോ. ഏതൊക്കെ ടൈപ്പ് ആളുകൾ പെരുമാറുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് പെരുമാറ്റം സാധ്യമല്ലെന്ന ഒരു പരാജയത്തോടു കൂടെ നമ്മളൊരു വ്യക്തിയിൽ നിന്ന് അകന്നതുണ്ടോ എന്നെങ്കിലും ഒന്ന് ഓർത്ത് നോക്കും നിങ്ങൾ. നമുക്ക് അതിൽ ചില അവർക്കനുസരിച്ച് ചില ആശയവിനിമയങ്ങൾക്കുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഉമ്മനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കണം, ടീച്ചറോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കണം, ആ മാഷോട് പറയുമ്പോൾ ഇങ്ങനെ പറയാവൂ എന്നൊക്കെ നമ്മൾ ചില രൂപങ്ങൾ ഉണ്ടാക്കി അവർക്കനുസരിച്ച് സംസാരിച്ച് നമ്മളും അവരും തമ്മിൽ ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ആശയവിനിമയം എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു വരേണ്ട ഒരു അവസ്ഥ വളരെ അപൂർവം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉറപ്പാണ് നിങ്ങൾക്ക് സഹോദരിക്ക് ഈ ഭർത്താവുമായി ആശയവിനിമയങ്ങൾ സാധ്യമാകും. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, എന്താണ് അദ്ദേഹം ഉമ്മനോട് എങ്ങനെ സംസാരിക്കുന്നു, പെങ്ങന്മാരോട് എങ്ങനെ സംസാരിക്കുന്നു, സുഹൃത്തുക്കളോട് എങ്ങനെ സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംസാര രീതികളെയും ആശയവിനിമയ രീതികളെയും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒബ്സർവേഷൻ, അതായത് ഒരു നിരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷന് പറയുന്ന വിഷമം ഒരു പക്ഷേ ഉമ്മ പറയുന്നുണ്ടാവില്ല, ബ്രദേഴ്സ് പറയുന്നുണ്ടാവില്ല, ഫ്രണ്ട്സ് പറയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്കും എന്ത് ചെയ്യും, ദീർഘകാലം കൊണ്ട് ഉമ്മയ്ക്ക് അയാളുമായി കമ്മ്യൂണിക്കേഷൻ സാധ്യമായതുപോലെ, ബ്രദേഴ്സിന് സാധ്യമായതുപോലെ, മറ്റ് സുഹൃത്തുക്കൾക്ക് സാധ്യമായതുപോലെ നിങ്ങൾക്കും സാധ്യമാകും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് അയാളുടെ സംസാര രീതിയും രൂപവും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സാധ്യമാകും. പിന്നെ എന്താ, കൂടുതൽ സംസാരിക്കുന്ന ആളുകളായിരിക്കും ചില ആൾക്കാർ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നതായിരിക്കും. കുറച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് ആ സംസാരത്തിന് പകരം അവർക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്നേഹം തരാൻ പറ്റുന്ന ചില പെരുമാറ്റങ്ങളും ചില സമീപന രീതികളൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും പറയാനുള്ളത്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ദാമ്പത്യ ബന്ധം പരാജയപ്പെടാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കി, രൂപം മനസ്സിലാക്കി അദ്ദേഹവുമായി നല്ല ആശയവിനിമയത്തിന് ശ്രമിക്കുമ്പോൾ തീർച്ചയായും നടക്കും. പിന്നെ ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ദാമ്പത്യത്തോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. ദാമ്പത്യത്തോട് താല്പര്യമില്ലാത്തൊരാൾ വിവാഹത്തിന് ഒരുങ്ങുമോ? നമ്മൾ ചിന്തിക്കൊണ്ടൊരു കാര്യം, വിവാഹത്തിന് അയാൾ തയ്യാറായി, ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി അയാൾ ഒരുങ്ങി. അതുകൊണ്ട് എന്താ പറയുക, ദാമ്പത്യ ജീവിതം എന്നത് പലപ്പോഴും ആ ഒരു തുടക്കകാലത്ത് എന്ത് ചെയ്യും, പല ആളുകൾക്കും ചിലപ്പോൾ ചില താല്പര്യമായിട്ട് ജോലിയോടായിരിക്കും, ചിലപ്പോൾ ചില എൻ്റർടൈൻമെൻറ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ചില കാര്യങ്ങളുണ്ടാവും, ചില സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അതിലൊക്കെ ജീവിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു വിവാഹം കഴിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് സമയം തന്ന്, ആ സമയം വിവാഹത്തിലേക്ക് തന്ന് ഒരു ദാമ്പത്യത്തിന് വേണ്ടി കുറച്ച് സമയവും സന്ദർഭമൊക്കെ കണ്ടെത്താൻ കുറച്ച് സമയം പിടിക്കും. അതൊക്കെ നമ്മളൊന്ന് കാത്തിരുന്ന് നല്ല സ്നേഹത്തോടെ സംസാരിപ്പിച്ച് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ താല്പര്യം ജനിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ മധുരവും ആസ്വാദനവും ഒരു പെണ്ണിൽ നിന്ന് ഒരാൾക്ക് കിട്ടും. അത് നൽകാൻ തുടങ്ങിയാൽ ആ ആസ്വാദനത്തിൽ അയാൾ എന്ത് ചെയ്യും, തൽപരനാകും. മറ്റെല്ലാം വിട്ട് അയാൾ ദാമ്പത്യപരമായ കാര്യങ്ങളിലേക്ക് വരുന്നൊരവസ്ഥ സൃഷ്ടിക്കാൻ ഒരു സ്ത്രീക്ക് വളരെ ഈസിയായി സാധിക്കും. അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ വലിയൊരു പ്രശ്നങ്ങളല്ല. നമ്മളൊന്ന് സഹകരിച്ച് ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ചെറിയ ചെറിയ പരാജയങ്ങൾ കാണുമ്പോഴേക്കും മതി എന്ന് വെക്കുന്നതിന് പകരം ആ പരാജയങ്ങളെ ഒരു ചാലഞ്ചായി എടുത്ത് വിജയിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഇനിയും ചോദ്യങ്ങളുമായി കാത്തിരിക്കുന്നവരോടൊക്കെ നമുക്ക് പൊതുവായി പറയാനുള്ളത്. നല്ല പ്രാർത്ഥനയും നല്ല പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് കാര്യങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകും, അത് വിജയിക്കും. ചെറിയ ശ്രമങ്ങൾ അള്ളാഹു വലിയ സഹായം ചെയ്യുന്ന ഒരു രംഗമാണ് വിവാഹരംഗം, ദാമ്പത്യരംഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. ഈ ചോദ്യത്തിൻ്റെ മറുപടിയുമായി ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ചോദ്യം ഒരു സഹോദരി എഴുതി ചോദിച്ചത്, എനിക്കെൻ്റെ ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. എൻ്റെ ചില പെരുമാറ്റം കാണുമ്പോൾ ഭർത്താവ് പറയും എന്നോട് തീരെ സ്നേഹമില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഈ സ്നേഹമില്ല എന്ന് മിക്കവാറും ആളുകളോടൊക്കെ തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു വാക്ക് എപ്പോഴെങ്കിലും കേൾക്കാത്ത ആളുകൾ കുറഞ്ഞൊക്കെ എന്നോട് ഇഷ്ടമല്ല എന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടൊക്കെ പറയും. അതിൻ്റെ അർത്ഥം നമ്മൾ എന്താ, ഇതിനൊരു തികഞ്ഞ ഒരു യാഥാർത്ഥ്യമായിട്ട് എടുക്കരുത്, നമ്മളൊരു സീരിയസ് വാക്കായിട്ട് എടുക്കരുത്. കാരണം അത് ചില സന്ദർഭങ്ങളിൽ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടോ സ്നേഹം കിട്ടാൻ വേണ്ടിയോ പറയുന്ന ഒരു കാര്യമാണ്.
പിന്നെ ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകളിലൊക്കെ കാര്യമായി അതിൻ്റെ ഫാക്കൽറ്റികൾ പറയുന്ന ഒരു പ്രധാന വിഷയമാണെന്ത്, എങ്ങനെ നമ്മൾ ഒരുപാടുമായി പെരുമാറി തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു, ഈ പെരുമാറി തുടങ്ങാനുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചിന്തിക്കേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പിടുത്തവും വിട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ ഫ്രീഡത്തോടു കൂടെയുള്ള ഒരു പെരുമാറ്റ രീതിയാണ് ഭാര്യയും ഭർത്താവ്. നമ്മളൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ചില ഫോർമാലിറ്റീസ് ഉണ്ടാവും. ടീച്ചേഴ്സും സംസാരിക്കുമ്പോൾ അവിടെ ചില മര്യാദകൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാരണം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാളൊരു ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ടിനോട് നമുക്ക് എന്തൊക്കെ പറയാം. അപ്പോൾ അതത്ര സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതേപോലെ തന്നെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു പിതാവാണ്. നമുക്കിതിന് വാപ്പനോട് പറയാൻ നമ്മൾ പേടിക്കുന്നത്. ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഉമ്മയാണ്. ഉമ്മയോട് പറയാൻ എന്ത് വൈകല്യങ്ങളെയും തകരാറുകളെയും തിരുത്തുന്ന ഒരു ഉമ്മയോട് പറയാൻ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്. പക്ഷെ പൊതുവേ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക വേണ്ടത്. ഇത് മറ്റുള്ളവർക്ക് അവസരം കൊടുത്തിട്ട് അവർ പറയട്ടെ, അവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുക. ആ പറയിപ്പിക്കുമ്പോൾ എന്താ വെച്ചാൽ, ആ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അയാൾ എങ്ങനെയാണെന്ന്. പിന്നെ നമുക്ക് അയാളോട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മികച്ച ശ്രോതാവാകുക, നന്നായിട്ട് കേൾക്കുക. ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഹോസ്റ്റലിലാണ് താമസിച്ചത്, നമുക്കറിയാം. ഏതൊരാളും പറയാവുന്ന എത്ര സംസാരിക്കാത്തവനെ നമുക്ക് സംസാരിപ്പിക്കാം. കാരണം അയാൾക്ക് ഈസിയായി പറയാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു തുടങ്ങാം. വാപ്പൻ്റെ നാട് എവിടെയാണ്, ഉമ്മൻ്റെ നാട് എവിടെയാണ്, എങ്ങനെയാണ് ജീവിത പശ്ചാത്തലങ്ങൾ, ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു, പരീക്ഷകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പാസ്സായി വന്നത്, ഈ ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്, എന്തൊക്കെ ചോദിക്കണം. നമുക്ക് അയാളുടെ ഒരു 10-25 കൊല്ലത്തെ ചരിത്രം നമുക്ക് ചോദിച്ചറിയാമല്ലേ. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം അങ്ങനെ സംസാരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ നിന്ന്, രൂപത്തിൽ നിന്ന് കൂടുതൽ സംസാരിക്കോ കുറച്ച് സംസാരിക്കോ, ഏറ്റവും ഇൻട്രസ്റ്റ് ഏതിനാണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നന്നായ താല്പര്യമുള്ള വിഷയങ്ങൾ ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി ചോദിക്കുക. ആ കൂടുതൽ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാകും. അങ്ങനെ എന്ത് ചെയ്യും, സംസാരങ്ങൾ കൂടുതൽ നമുക്ക് ഇപ്പോൾ തീരെ സംസാരിക്കാത്തൊരു വ്യക്തിയെ പോലും ഒരുപക്ഷെ സംസാരിപ്പിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് സംസാരിക്കുന്നതിനെക്കുറിച്ചൊരു ഭയം മനസ്സിലില്ലാതിരിക്കുക. കൂടുതൽ എന്ത് ചെയ്യുക, സംസാരിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. അങ്ങനെ സംസാരിക്കാവുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ചോദിക്കുക. ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, അവരെ താല്പര്യപ്പെടുത്തുക. ഇങ്ങനെ പോയാൽ ഏതൊരു വ്യക്തിയും സംസാരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വളരെ അനാവശ്യമായി സംസാരിക്കുന്നതിനൊന്നും ഇസ്ലാമിനും വലിയ സ്ഥാനമൊന്നുമില്ല. നമ്മൾ ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം എന്തോ നമുക്കിപ്പോൾ കുറേ ടൈം ഉണ്ടാവും. ഹണിമൂൺ ടൈമിലൊക്കെ കുറേ സമയം ഉണ്ടാവും. പിന്നെ നമ്മളൊരു ബിസി ലൈഫിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവില്ല, ടൈം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത്ര അധികം സംസാരിക്കാനൊന്നുമില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങളെ നന്നായി ഉപയോഗിക്കുക. സംസാരം മനസ്സുകളെ അടുപ്പിക്കും. അപ്പോൾ വെറുതെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. മറ്റൊരു ചോദ്യം ഒരു സഹോദരി എഴുതി ചോദിച്ചത്, ഭർത്താവിന് എന്നെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കുവാനോ സമയമില്ല, ജോലി തിരക്കാണ് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആവശ്യത്തിനനുസരിച്ച് പണം ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഒന്നിച്ചിരിക്കുവാനോ ഒപ്പം സമയം ചെലവഴിക്കുവാനോ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹത്തിന് ഈ ഒരു കടുപ്പമുള്ള ജോലിയുടെ പിന്നാലെയാണ് അദ്ദേഹമുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ഇത്തരം കടുപ്പമുള്ള ജോലി ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് കേൾക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എന്തു ചെയ്യണം? എന്താ, ചിലതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതല്ലത്. നമ്മളിപ്പോൾ ഒരു ഭർത്താവിൻ്റെ ചില താല്പര്യങ്ങൾ, ചില സ്വഭാവങ്ങൾ, രൂപങ്ങളൊക്കെ നമ്മൾ വിമർശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു മാറ്റം അയാളിൽ നിന്ന് നിരന്തരമായി ഇങ്ങനെ ആവശ്യപ്പെടുന്നത് കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഏതൊരു വ്യക്തിയുടെയും സമീപന രീതികളെ, സ്വഭാവങ്ങളെ, താല്പര്യങ്ങളെ ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ക്രമപ്രബുദ്ധമായ ഇടപെടലുകളിലൂടെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. നമുക്കതങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ നിലവിലുള്ളൊരു ജോലിയും സംവിധാനങ്ങളും മാറ്റുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ടൈം, ഒരു വീക്കിലി ടൈം അല്ലെങ്കിൽ ഒരു മന്ത്ലി ടൈമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ അടുത്ത ഈ ഇതുണ്ടല്ലോ, മെയ് ദിനത്തിൻ്റെ അന്ന് 1-ാം തീയതി, അന്ന് നിങ്ങൾക്കൊരു ഒഴിവുള്ള ദിവസമാണല്ലോ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം. നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. നമ്മൾ വളരെ ഒരു മിനിമം ആവശ്യമാണത്. തീർച്ചയായും അദ്ദേഹം അത് കേൾക്കും. നേരെ മറിച്ച് നമ്മൾ എന്നും വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾക്ക് എന്നും പണിയാണ്, നിങ്ങൾക്ക് എന്നും ജോലിയാണ്, ഒന്നിനും സമയമില്ല, ഫോൺ വിളിച്ചെടുക്കണില്ല, എന്താ ചെയ്യുക എന്നിങ്ങനെ വൈകുന്നേരങ്ങളിൽ പറയുന്നത് കൊണ്ട് അയാളിൽ ചേഞ്ച് ഉണ്ടാകുന്നത് വിശ്വസിക്കരുത്. അത് ഒരു ഡിസ്റ്റർബൻസാണ്, ഒരു ശല്യപ്പെടുത്തലാണ്.
ഒരിക്കലും ഒരു സ്വൈരം കൊടുക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, കുറച്ച് സമയങ്ങളെ ഫിക്സ് ചെയ്ത് വളരെ റിലാക്സ് ചെയ്ത് നല്ല രൂപത്തിൽ സംസാരിച്ച് കുട്ടികൾക്ക് ഒരു താല്പര്യം, നമ്മളെ താല്പര്യം പറയേണ്ട, കുട്ടിക്കൊക്കെ ഒരു താല്പര്യമുണ്ട് ഒന്ന് പോകാനേ, അവരെ വീട്ടിൽ അവിടെ പോയി ഇവർ പോയി എന്നൊക്കെ പറയുന്നുണ്ട്, ഒന്നുമില്ല, നിങ്ങളെ ബിസിയൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയെങ്കിലും അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് അന്ന് ആ മെയ് 1 ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളവിടെ പറയാം, നമുക്കൊരു വീക്കിലി പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഓഫുള്ള ദിവസം വൈകുന്നേരം ഒരു 5 മണി മുതൽ ഒന്നിങ്ങനെ പുറത്തിറങ്ങാൻ പറ്റിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് അദ്ദേഹം അത് സ്വീകരിക്കും. അപ്പോൾ ഇതൊരു വീക്കിലി ആഴ്ചയിലേക്ക് മാറും. പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പറയാണ്, നമുക്ക് നിങ്ങളൊരു 9 മണിയാകുമ്പോൾ ഞാൻ ജോലിയൊക്കെ തീർക്കുക, അടുക്കളയൊക്കെ തീരും, നിങ്ങളൊന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 10 മണി വരെയൊക്കെ എന്ത് ചെയ്യുക, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു പ്രായോഗികമായ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് തരിക, ആവശ്യമുള്ളതൊക്കെ വാങ്ങിത്തരിക, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സ് ചെയ്യാനുള്ളൊരു സമയത്തിൻ്റെ പരിമിതി മാത്രമാണെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പ്രായോഗികമായി എത്തിക്കാം. പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്ന അബദ്ധം എന്താ വെച്ചാൽ, അവർക്ക് വേണ്ടത് അവർ നിരന്തരമായി ബുദ്ധിമുട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. അതുകൊണ്ട് കാര്യമില്ല, ചോദിച്ചുകൊണ്ടിരുന്ന് ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടിലാവും. നേരെ മറിച്ച് പ്രായോഗികമായ ചില വഴികൾ കാണിച്ചു കൊടുത്ത് അവരെ നാം ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് എത്തിക്കലാണ് ഏറ്റവും പ്രായോഗികമായ മാർഗം. കുടുംബ വിഷയങ്ങൾ ഏറ്റവും മനോഹരമായി ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരസ്പരമുള്ള ചർച്ചയും അതോടൊപ്പം കൂടിയാലോചനയും എല്ലാമാണ് ഹാരിസ് മൗലവിയുടെ ഒരു സംസാരത്തിൽ ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടെ ചേർത്ത് വെക്കാവുന്ന ഒരു ചോദ്യമാണ് ഒരു സഹോദരി നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഈ കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഭാര്യയുടെ പങ്കെന്താണ്? ഒരു ഭർത്താവ് ചോദിച്ചൊരു ചോദ്യം, ഭാര്യയുടെ വാക്കുകളെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി. ഇതിലൊരു സൈക്കോളജി ഉണ്ട്. അതായത് ഒരു കുടുംബത്തെ തകർത്ത് കളയുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈഗോ ആണ്. അതായത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില അവകാശങ്ങളില്ലേ, എനിക്ക് ചില അധികാരങ്ങളില്ലേ, എനിക്ക് ചില അഭിപ്രായങ്ങളില്ലേ, അത് അദ്ദേഹം പരിഗണിക്കണ്ടേ. അതേപോലെ തന്നെ ഞാൻ ഭർത്താവല്ലേ, ഞാൻ പറഞ്ഞത് അവൾ കേൾക്കല്ലേ വേണ്ടത്. ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൻ്റെ അന്തിമ വാക്ക് ഞാനല്ലേ അവളെക്കാളും മുതിർന്ന ആൾ, ഞാനല്ലേ അനുസരിക്കപ്പെടേണ്ടവൻ, ഞാൻ പറയുന്ന അവൾ കേട്ടാൽ പോരെ. സുഹൃത്തുക്കളെ, ഈ ചിന്തകളായിട്ടൊക്കെ നമുക്കൊരു കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഞാൻ പറഞ്ഞ ഈ ഒരു കാഴ്ചപ്പാട് തന്നെ നമ്മൾ മാറ്റണം. നമ്മൾ ഈ കാഴ്ചപ്പാടുകൾ നമ്മൾ എന്താ മാറ്റുന്നത് വെച്ചാൽ, ശരിക്കും ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അവർ പരസ്പരം എന്ത് ചെയ്യണം, സഹകരിച്ചും എല്ലാ കാര്യങ്ങളെയും പരസ്പരം ഷെയർ ചെയ്തുമാണ് നിർവഹിക്കുന്നത്. അങ്ങനെയാണ് പോകേണ്ടത്. അതിൽ ഭർത്താവിൻ്റെ മാത്രം ചില കാര്യങ്ങളെന്നോ ഭാര്യയുടെ മാത്രം ചില കാര്യങ്ങളെന്നോ പറഞ്ഞ് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് നിങ്ങളുടെ ഭാര്യ വരുന്നേയില്ല. എന്നാൽ പോലും നിങ്ങളുടെ ജോലിയിൽ അവളൊരു പങ്കാളിയാണ്. നിങ്ങളെ സമാശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും നിങ്ങളുടെ ജോലി സ്ഥലത്തെ ടെൻഷൻ ഷെയർ ചെയ്യാനും ഒക്കെ എല്ലാറ്റിലും നമ്മൾ പരസ്പരം സഹകരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഏതു കാര്യങ്ങളിലും ഭാര്യയ്ക്കൊരു പാർട്ടുണ്ട്, അതേപോലെ തന്നെ ഭർത്താവിനൊരു പാർട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചില സമയത്ത് നമ്മളൊരു അസിസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കാര്യങ്ങളിലെ അവസാനത്തെ തീർപ്പ് പറയുന്ന ആളാവാം. അതൊന്നും നമ്മൾ പരിഗണിക്കണം. നമ്മുടെ വിഷയങ്ങൾ ദാമ്പത്യം ഭംഗിയായി നടന്നു പോകാൻ പരസ്പരം നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, ഭർത്താവിനൊരു ശൈലിയുണ്ട്. എന്താ ഭർത്താവിൻ്റെ ശൈലി? അയാൾ അധികാരസ്ഥനാണ്, ബഹുമാനിക്കപ്പെട്ടവനാണ്, ഒരു സ്ത്രീ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾ ഭർത്താവാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഭർത്താവിൻ്റെ ശൈലി എന്താണെന്നുണ്ടെങ്കിൽ ശൂറയാണ്. അതായത് ശൂറാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യുക, ഒരു കാര്യം കൽപ്പിക്കുന്നതിന് പകരം ഒരു ചായ വേണം, നീ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയും. ഒരു നല്ലൊരു ചായ കുടിക്കേണ്ട സമയമാണിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പോലെ തിരക്കോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ, ഒരു ഫ്രീ ആണോ, ആണെങ്കിൽ ഒരു ചായ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചോണ്ടോ, അല്ലെങ്കിൽ ഒരു ചായ കിട്ടിയാൽ എന്ന് പറയുമ്പോൾ അതിലൊരു വിനയമുണ്ട്, ഒരു ചർച്ചയുണ്ട്. അപ്പോൾ ആ ചായ നൽകുക എന്ന കാര്യത്തിൽ അവളുടെ ഒരു താല്പര്യവും അധികാരവും സൗകര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. അവിടെ അവൾക്കൊരു സന്തോഷമുണ്ട്, മനസ്സിലായി. അപ്പോൾ ആ നിലയ്ക്ക് കഴിയുന്നതും പറയാതിരുന്നിട്ടത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പറയാതിരുന്നിട്ടത് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പറയുകയാണെങ്കിൽ ഒരു ചർച്ചാ രൂപത്തിൽ. അപ്പോൾ ഭർത്താവ് കൽപ്പിക്കുന്നവനല്ല, മറിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവനാണ്. ഭാര്യയോ
ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും വേണ്ട എഡിറ്റിങ്ങുകൾ വരുത്തി എല്ലാ കാര്യങ്ങളും തിരുത്തി ചർച്ചയിലൂടെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയിലേക്ക് സംസാരങ്ങൾ മാറണം. അവിടെ ആരാണ് തീരുമാനിക്കേണ്ടത്, ആരാണ് പറയേണ്ടത് എന്ന തർക്കങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായും എന്നും നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും. പ്രസക്തമായ ഒട്ടേറെ ചോദ്യങ്ങളും മറുപടികളുമാണ് ഇത്രയും സമയം നമ്മൾ കേട്ടത്. ഇനി പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു ലൈവ് എപ്പിസോഡ് ഒരു ബ്രേക്കിന് നിർത്തുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുനരാരംഭിക്കും. നമ്മൾ ഇടവേള. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു ലൈവ് എപ്പിസോഡ് ബ്രേക്കിന് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 14 വർഷമായ ഒരു ഭർത്താവ് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മളിനി വായിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഭാര്യയെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നൊരു കാരണത്താൽ കുടുംബജീവിതത്തിൽ വഴക്ക് സാധാരണമാണ്. കുട്ടിയെ പ്രസവിച്ചപ്പോൾ അവൾക്ക് കുട്ടിയെ നോക്കാൻ ഒരു വേലക്കാരിയെ നിർത്തിയില്ല എന്നതായിരുന്നു ആദ്യത്തെ പരാതി. പിന്നെ അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ അവൾ ഉന്നയിക്കുകയും എന്നാൽ അദ്ദേഹം അത് നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും അദ്ദേഹം അവളെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഭാര്യയ്ക്കുള്ളത്. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ അവസാനമായി അയാൾ വിവാഹമോചനത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തപ്പോൾ അവൾ അതിന് പെട്ടെന്ന് തയ്യാറാവുകയും കുട്ടികളോട് ഞങ്ങൾ പിരിയാൻ പോവുകയാണ് എന്നെല്ലാം പറയുകയും ചെയ്തു. ബാപ്പയും ഉമ്മയും മരിച്ച അവൾക്ക് മാനസികമായി പ്രയാസങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഏത് രൂപത്തിലുള്ളൊരു കൗൺസിലിംഗ് ആണ് നൽകുവാൻ കഴിയുക? ഞങ്ങളുടെ ജീവിതം അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ എന്ത് മാർഗങ്ങളാണ് ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഈ ദമ്പതികളിൽ നിന്ന് നിരന്തരമായ പരാതികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ബന്ധത്തിന് എത്ര പഴക്കമുണ്ടെങ്കിലും മാനസികമായൊരു അടുപ്പം ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്കിഷ്ടപ്പെട്ടൊരു വ്യക്തി എന്ത് ചെയ്താലും നമ്മൾ ന്യായീകരിക്കുക ചെയ്യുക. മക്കളെ മാതാപിതാക്കൾ ന്യായീകരിക്കും, ഭർത്താവിനെ പറ്റി വേറെ സ്ത്രീ കുറ്റം പറയുമ്പോൾ അതിനെ ന്യായീകരിക്കും. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിന് പകരം എല്ലാ കുറ്റങ്ങളെയും ന്യായീകരിച്ച് അതൊന്നും കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ മാനസികമായ ഒരു സ്വരച്ചേർച്ച വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നെ സ്നേഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണങ്ങളെ ആരായാനാണ് ശ്രമിക്കുക. അതാണ് ഇവിടെ കണ്ടത്. അതാണ് ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. 14 കൊല്ലമായിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ സാധിച്ചിട്ടില്ല, മാനസികമായൊരു ബന്ധമുണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്? വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഒരു പെൺകുട്ടി, 14 കൊല്ലം ജീവിച്ചൊരു പെൺകുട്ടി എന്നാൽ ഞാൻ അവസാനിപ്പിക്കാം എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്ത് വേണം? ഈ ഒരു ബന്ധത്തിൽ എനിക്കൊരു വിവാഹത്തിൻ്റെ സന്തോഷമോ ഭാവിയോ ഇല്ലെന്ന് അവർ 14 കൊല്ലം കൊണ്ട് മനസ്സിലാക്കി എന്ന് വേണം പറയാൻ. ഇവിടെ ഈ പരിമിതമായ വാചകങ്ങളിൽ നിന്ന് നമുക്കൊരു വിവാഹ പരാജയത്തിൻ്റെ കാരണങ്ങളെ കണ്ടുപിടിക്കുക സാധ്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എൻ്റെ ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു പരിഹാരമായി തോന്നുന്നു ഏതൊരു സ്ത്രീയും ഒരു ലാളന ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ പുരുഷന്മാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപാകത അതാണ്. നമ്മൾ ചിലപ്പോൾ ലക്ഷങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടായിരിക്കും, നമ്മൾ പലതും ഇപ്പോൾ നല്ല വില പിടിച്ച വീടുണ്ടായി കൊടുത്തിട്ടുണ്ടായിരിക്കും, ഗോൾഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരിക്കും, നല്ല ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരിക്കും, ആഴ്ച ചിലപ്പോൾ 1000 200 ഇതൊന്നും കാര്യമില്ല. ഇതൊക്കെ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നമ്മളിത്ത് പണമുണ്ട് അതുകൊണ്ട് ചിലവാക്കിക്കൂടെ, ഇതിൽ അയാളും ഒരു പങ്കാളിയല്ലേ എന്നേ അവർ ചിന്തിക്കൂ. ലാളിക്കാണ് വേണ്ടത്. അത് അത് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ, നിങ്ങളൊരു കുട്ടി, നിങ്ങൾക്കൊരു മോനോ മോളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഫീസ് കൊടുക്കുക, അവർക്ക് വാഹനത്തിലെ പൈസ കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അതല്ല. നിങ്ങൾ മടിയിൽ വെക്കണം, അവരെ തലോടണം, സ്നേഹത്തോടെ ചോദിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം, തമാശ പറയണം, ഒപ്പം ഇരിക്കണം, കൈ പിടിക്കണം, കളിക്കണം, ഒക്കെ വേണ്ടേ? ഈ ലാളന ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു പുരുഷനും ഭാഗത്തുനിന്നും ഒരു സ്ത്രീയോടുണ്ടാവേണ്ട സമീപനമാണ് ലാളന. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവരുടെ പാചകത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ നന്മകളെക്കുറിച്ചും ഒക്കെ ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യണം? പ്രശംസിച്ചും അതേപോലെ തന്നെ സ്നേഹത്തോടെ കണ്ടും അകന്നു നിൽക്കുമ്പോൾ അടുക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ലാളിക്കന്നെ വേണം. അത് ഭർത്താവ് ഇറങ്ങി വരാതെ ഒരു രക്ഷയില്ല. നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ
ഒരു കുഞ്ഞു മോനോടും കുഞ്ഞു മോളോടും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതേ പൂർണ്ണമായ പെരുമാറ്റങ്ങളിലേക്ക് ഭർത്താക്കന്മാർ ഇവിടെ അതില്ല. കാരണം എന്താ, ചെറുപ്പത്തിലെ വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു പോയി ലാളനകൾ അനുഭവിക്കാത്തൊരു പെൺകുട്ടിയാണെന്നാണ് ആ ചോദ്യത്തിലെ സൂചന. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവൾ വിവാഹത്തിലൂടെ ആഗ്രഹിച്ചതാണ്. നിങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുക. നിങ്ങൾ അവൾക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും സമ്മാനങ്ങളോ ഇഷ്ടപ്പെട്ട വസ്തുക്കളോ മധുര പലഹാരങ്ങളോ ഒക്കെ വാങ്ങിക്കൊടുത്ത് ലാളിച്ച് അവളുമായി കളിച്ച്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്ക്. കളിയും തമാശകളും നിറഞ്ഞ, എത്ര ചിരിയും അതേപോലെ തന്നെ സന്തോഷങ്ങളും നിറഞ്ഞ ഒന്നിച്ചു ഓട്ട മത്സരം നടത്തുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത് കാണുന്നു. അതേപോലെ തന്നെ കളറിപ്പയറ്റ് പോലുള്ള എന്തോ അഭ്യാസ കലകളെ കാണാൻ അവസരം കൊടുത്തൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കൾ ഇതൊക്കെ വേണ്ടേ? ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട് ഏത് പ്രായത്തിലും. ആ ലാളന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലിച്ചാൽ തീർച്ചയായും ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ റെസ്പോൺസിബിളാണ്, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ലാളിക്കാൻ നിങ്ങൾ മറന്നു പോകുന്നുവോ, സ്നേഹിക്കാൻ നിങ്ങൾ മറന്നു പോകുന്നുവോ എന്നാണ് സംശയം. ഇനി ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഒരു മാനസിക പ്രശ്നമുള്ളൊരു ഭാര്യയാണെങ്കിൽ ഏത് തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് ഇതിനൊരു പരിഹാരമായി മാറുക? ഈ മാനസിക പ്രശ്നം എന്നുള്ളത് തൊടാൻ നമുക്ക് വലിയ പേടിയാണ്. കാരണം എപ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ വേഗം കണ്ടുപിടിക്കുക മാനസിക പ്രശ്നങ്ങളാണ്. ഈ മനസ്സ് എന്നുള്ളത് സങ്കീർണമായ ഒരു അവസ്ഥയാകുന്നത് കൊണ്ട് നമുക്ക് ഏതൊരു വ്യക്തിയിലും എന്ത് ചെയ്യാൻ പറ്റും, മാനസികം ആരോപിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയൊരു കണക്കനുസരിച്ച് എന്താ വെച്ചാൽ സാധാരണ സമൂഹത്തിൽ 20%, 10% എന്നൊക്കെയാണ് ഓരോ രോഗത്തെക്കുറിച്ച് പറയുക. പക്ഷേ മാനസിക അസ്വസ്ഥതയെക്കുറിച്ചുള്ള കണക്ക് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അത് 100%. ഇനിയിപ്പോൾ അത് അങ്ങനെ 120% ആകാന്നല്ലാതെ കുറയില്ല. അപ്പോൾ ആരെ പറ്റിയും പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു പേരും നമ്പറൊക്കെ എഴുതിയിട്ട് ഒരു ഗുളികൻ്റെ പേരും എഴുതി കിട്ടിയാൽ എന്ത് ചെയ്യും, ഡൈവേഴ്സ് ചെയ്യാനും കോടതി പോകാനൊക്കെ തെളിവുണ്ടാക്കലാണ്. എനിക്ക് തോന്നുന്നത് സ്മൂത്തായ ബന്ധങ്ങളിൽ ജീവിക്കുന്നവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം തെളിവുകൾ കാലാകാലം സൂക്ഷിച്ച് വെക്കുന്നുണ്ടോയെന്നാണ്. എപ്പോഴോ പോയ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ സൂക്ഷിക്കുന്നവരാണ് പല ആൾക്കാരും. സത്യത്തിൽ ഇതൊരു വളരെ ഒരു ഇത് മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആരെ പേരിലും ആരോപിക്കാൻ പറ്റും. എന്നാൽ ഇതൊന്നും ആർക്കും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നില്ല. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങളും വിവാഹത്തിൽ വരുന്നത് വിവാഹ പരാജയത്തിൻ്റെ ടെൻഷനുകളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വിവാഹ പരാജയങ്ങൾ അവസാനം എന്ത് ചെയ്യും, ഏതൊരു പെൺകുട്ടിയെയും എന്ത് ചെയ്യുക, ഒരു മാനസികമായ ഒരു ഡിപ്രഷനിലേക്ക് എത്തിക്കാമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ നമ്മളത് മനസ്സിലാക്കാറുള്ളത് സാധാരണ വിവാഹ ദാമ്പത്യ വിഷയങ്ങളിൽ ഇവർക്ക് മാനസിക പ്രശ്നം കൊണ്ടാണോ പ്രശ്നം എന്ന് ചിന്തിക്കുക. നമുക്കവർ ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ, എത്ര തന്നെ ആവർത്തിച്ച് മനസ്സിലാക്കി കൊടുത്താലും അവർ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഒരു പക്ഷേ അവർക്ക് തന്നെ സ്വന്തമായി കഴിയാതെ വരിക. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിലൊരു കാരണം എന്താണ്, അവിടെ മനസ്സ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും പരിണമിച്ചതാവാം. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ അവസാനം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും എന്താണ്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ, സമീപനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി ബന്ധത്തെ ഏറ്റവും ഊഷ്മളമാക്കി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഗൾഫിൽ ജോലിയുള്ള ഭർത്താവ്, ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ്. ഭർത്താവിന് ഗൾഫിലാണ് ജോലി. ഇപ്പോൾ 3 മാസമായി അദ്ദേഹം വിളിച്ചിട്ട്. സത്യത്തിൽ അവർക്കിടയിൽ ബന്ധത്തിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ 3 മാസത്തോളമായി അദ്ദേഹം വിളിച്ചിട്ട്. അതിനുള്ളൊരു കാരണം, ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത കാലത്തായി അവിടെ പോയപ്പോൾ അവിടെ ഒരു ചെറിയ കാര്യത്തിന് അവർ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഈ സഹോദരിയോട് വളരെയധികം കയർത്തു സംസാരിക്കുകയും വളരെ സെൻസിറ്റീവായ ഈ സഹോദരി ധാരാളം കരയുകയും ചെയ്തു. അതിനുശേഷം ഈ സഹോദരിയുടെ മാതാപിതാക്കൾ അവരുടെ സ്വന്തം വീട്ടിലേക്കാക്കി. എന്നാൽ എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയത് എന്ന് ഈ ഭർത്താവ് സഹോദരിയെ വിളിച്ച് ചോദിച്ചതേയില്ല. പിന്നീട് മനസ്സിലായൊരു കാര്യം, ഇവർ രണ്ടാം കല്യാണമാണ്. ആദ്യ കല്യാണം രണ്ടുപേരുടേതും വിവാഹമോചനം ചെയ്യപ്പെടുകയും അങ്ങനെ തുടർന്നുള്ള രണ്ടാം കല്യാണമാണ് ഈ രണ്ടുപേരുടേതും. ഈ ഭർത്താവ് ആദ്യത്തെ ഭാര്യയെ ഒഴിവാക്കുവാനുള്ള കാരണം അത് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. ആദ്യ ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ട് എന്ന് ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ പറയുകയും അത് ഭർത്താവ് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അതൊരു കള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഈ സഹോദരിയെക്കുറിച്ചും ഇനി അങ്ങനെ തന്നെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മുറിഞ്ഞു പോകുമെന്ന് സ്വാഭാവികമായും ഈ ഒരു സഹോദരി അങ്ങേയറ്റം ഭയക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ കുടുംബജീവിതം
ഒരു ദുരന്തപൂർണ്ണമായ അവസ്ഥയിൽ, ഒരുപക്ഷെ അവസാനിക്കാറായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഈ ഒരു സഹോദരി ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ എന്താ പറയുക, ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്ക് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തോന്നുന്ന സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പാരൻസിൻ്റെ പൂർണ്ണ കൺട്രോളിലുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. ഇത് പൂർണ്ണമായും എന്ത് ചെയ്യുക, വിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരെ ആര് നിയന്ത്രിക്കുക? കംപ്ലീറ്റ് പാരൻസ് നിയന്ത്രിക്കുക. ഇവൾക്കൊരു പെൻസിൽ വേണമെങ്കിലും ഇവൾക്കൊരു ഡ്രസ്സ് വേണമെങ്കിലും ഒരു തട്ടം വേണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, ഉമ്മൻ്റെയും വാപ്പൻ്റെയും സമ്മതം വാങ്ങിയിട്ട് വാങ്ങിക്കൊടുക്കുന്ന കംപ്ലീറ്റ് പാരൻസിൻ്റെ നിയന്ത്രണം. എന്താ ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ വളരെ അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പാരൻസ് എന്താണ്, മക്കളെ വിവാഹം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഇപ്പോൾ ഇതിലൊരു ഡൈവേഴ്സ് നടന്നു എന്ന് പറയുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, പൊതുവെ പാരൻസിനെ വിശ്വസിക്കുകയും പാരൻസ് എന്തു പറയുന്നുവോ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയും ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ നിൽക്കില്ല. കാരണം ഒരു വ്യക്തിത്വമില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞത്, ഇയാൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു പെണ്ണിനും, ഒരു തൻ്റെ ഇടമുള്ള ഒരു പെണ്ണിനും ജീവിച്ചു പോവുക ഒരിക്കലും എന്തല്ലാതെ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഈ മാതാപിതാക്കളോടാണ് നമുക്ക് പറയാനുള്ളത്. അവരത് കേൾക്കില്ലല്ലോ. കാരണം ഈ പാരൻസ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നശിപ്പിക്കരുത്. കാരണം വിവാഹം കഴിയുന്നതോടുകൂടി അതൊരു പുതിയ കുടുംബമാണ്. ഒരു പുതിയ കുടുംബം വന്നാൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള എന്ത് ചെയ്യണം, അവസരങ്ങൾ അനുവദിച്ചു കൊടുക്കണം. വെറുതെ ഇടപെട്ടുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ നേരത്തെ ഡൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, പാരൻസ് കൊടുത്തൊരു ഇൻഫർമേഷൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിട്ടാണ് ആ ഡൈവേഴ്സ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ഇടപെടലുകളൊക്കെ വലിയ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോയതിന് ശേഷം അന്വേഷിക്കാത്ത എന്താ വെച്ചാൽ, അവന് താല്പര്യമുണ്ടാകും വിളിക്കാൻ, പക്ഷേ പാരൻസ് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ എന്താണത് വിളിക്കാതിരിക്കുന്നത്. സത്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാരണം കൊണ്ട്, ഒരു വ്യക്തിത്വമില്ലാത്തതിൻ്റെ പേരിൽ, ഒരു വ്യക്തിത്വത്തോടു കൂടി ഒരു കുടുംബത്തിൻ്റെ നാഥനായി നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഡൈവേഴ്സ് സംഭവിച്ചാൽ പാരൻസിനെയാണ് നമ്മൾ വാൺ ചെയ്യുന്നത്, നിങ്ങളുടെ മക്കൾ കാലാകാലം ഒരു തകർന്ന കുടുംബമായി ജീവിക്കേണ്ടി വരുന്നുള്ളതാണ്. കാരണം ഒരു പെൺകുട്ടി വിവാഹമോചനത്തിന് ശേഷം പറയണം, എന്തായിരുന്നു അയാൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നുമില്ല, വാപ്പിമ്മിയും പറഞ്ഞനുസരിച്ച് അയാൾ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഒരു പെണ്ണും പിന്നെ അവൻ്റെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് ഏത് പാരൻസും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനൊരു സെപ്പറേറ്റ് ഫാമിലി വന്നു. ആ ഫാമിലി ഒരു ഫാമിലിയായി തന്നെ പോകാനുള്ള എല്ലാ ഫ്രീഡവും സ്വകാര്യതയും എല്ലാ പ്രൈവസിയും അനുവദിച്ചു കൊടുത്ത് അല്പമൊന്ന് മാറി നിൽക്കാൻ, ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന്, ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ. വാപ്പൻ്റെയും ഉമ്മൻ്റെയും പേഴ്സണൽ ലൈഫ് മക്കൾ എത്തി നോക്കാറുണ്ടോ? മക്കൾ പാളി നോക്കാറുണ്ടോ? എത്ര കാലം കുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എത്ര കാലം മാതാപിതാക്കൾ ദമ്പതികളായി ജീവിച്ചു? അവരുടെ ജീവിതത്തിലൊരു സ്വകാര്യത ഉണ്ടായിരുന്നില്ലേ? ആ സ്വകാര്യതകൾ മക്കളറിയാതെ അവർ കാത്തു സൂക്ഷിച്ചില്ലേ? ഇനി അവർ വിവാഹം കഴിച്ചൊരു പുതിയ മണിയറയിൽ പുതിയ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തിനവിടെ ശല്യക്കാരായി നിൽക്കണം? അവർക്ക് ഒരു വഴി വിട്ടുകൊടുക്കൂ. നമ്മളവിടെ സ്വകാര്യതകളിൽ നിന്ന് മാറി നിൽക്കൂ. അവൻ്റെ വരുമാനം അനുസരിച്ചുകൊണ്ട് നിങ്ങളെയും അവളെയും നോക്കി മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത്, ഈ ഒരു ബന്ധം ഒരിക്കലും വേർപെടാതെ ഇതിനെ വിജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ ഭാവി അപകടകരമായ ഒരു വഴിയിലേക്കാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിവാഹമോചനങ്ങൾ നടന്നാൽ പുരുഷന്മാർക്കാണ് വിവാഹത്തിന് പ്രയാസം, പെൺകുട്ടികൾക്ക് പ്രയാസമല്ല. ഒരിക്കൽ വിവാഹമോചിതയായ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയുന്ന എത്രയോ അന്വേഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം എന്നുമുണ്ട്, എന്തുകൊണ്ട് വിവാഹമോചനം നടത്തി? നിങ്ങളൊരാണാണ്, നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. പെണ്ണിന് പരാജയമുണ്ടാകും, ഒരു പുരുഷൻ പരാജയപ്പെടാൻ പാടില്ല. പുരുഷൻ പരാജയപ്പെട്ടുവെങ്കിൽ അത് ഒരു വിവാഹത്തിൽ മാത്രമേ പരാജയപ്പെടുള്ളൂ, ഒരു സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമേ പരാജയപ്പെടുള്ളൂ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു പുരുഷന് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാവി ഇരുളടയുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ ആണുങ്ങൾക്കാണ് പലപ്പോഴും ധൈര്യം, ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ധൈര്യം, അതണ്ട് ഒഴിവായി പോയാൽ വേറെ കിട്ടുമല്ലോ എന്നാണ്. ആ കിട്ടൽ ഇന്ന് ഏതൊരു ഗ്രേഡിലാണോ വിവാഹമുള്ളത് അതിൻ്റെ താഴെ ഗ്രേഡാണ് അടുത്ത സെലക്ഷൻ, അതിൻ്റെ അടുത്ത ഗ്രേഡാണ് അടുത്ത സെലക്ഷൻ. വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ പക്വമായി ഈ വിവാഹം ഒരിക്കലും നഷ്ടപ്പെടാതെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് തുടരുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇടവേള അനിവാര്യമാണ്. നമ്മൾ മറ്റൊരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു. പീസ് റേഡിയോ
Tune to reality. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് തുടരുകയാണ്. അടുത്തൊരു ചോദ്യം ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ്. എൻ്റെ ഭർത്താവ് നമസ്കാരം ഒരു നിർബന്ധ ഘടകമായി എടുക്കുന്നില്ല. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. അവസാനം ഈ ഒരു സംസാരം ഒരു വഴക്കിലാണ് ചെന്നവസാനിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് നമസ്കരിക്കുവാൻ ആവശ്യപ്പെടേണ്ടത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ പേടിയാവുന്നു. അദ്ദേഹത്തിൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തോട് നമസ്കരിക്കുവാൻ ആവശ്യപ്പെടേണ്ടത്? ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു കൗൺസിലിംഗ് അനുഭവത്തിൽ ഞാൻ കണ്ട ഒരു ലേഡി, അവിടെ ഭർത്താവ് നമസ്കരിക്കുന്നില്ല, എനിക്ക് ആകെ ഒരു ആഗ്രഹമുള്ള അയാൾ നമസ്കരിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ സ്വകാര്യമായി ചോദിച്ചു, നിങ്ങൾ എന്താണ് നമസ്കരിക്കാതിരിക്കാൻ കാരണം? കാരണം നമസ്കാരം എത്ര ഗൗരവപരമായ കാര്യമാണ്. ഒരാൾ മുസ്ലിം എന്ന് പറയണമെങ്കിൽ തന്നെ അയാൾ നമസ്കരിച്ചിരിക്കണം, അല്ലെങ്കിൽ അയാളൊരു അവിശ്വാസിയായിട്ടാണ് മരണപ്പെട്ടു പോവുക. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയോ, എനിക്ക് ഇവളോടുള്ള പ്രതിഷേധമാണ്. കാരണം ഇവൾക്ക് ഞാൻ നിസ്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇവളൊരു പാഠം പഠിപ്പിക്കാൻ ഏറ്റവും വലിയ പരിഹാരമാർഗം എന്താണ്? നിസ്കരിക്കാതിരിക്കലാണെന്നാണ്. അപ്പോൾ എന്താണ് അവളുമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അവൾക്ക് ചില അവിഹിത ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അതിനുള്ളൊരു കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വ്യക്തി നമസ്കരിക്കാതിരിക്കുന്നത് മതപരമായ ബോധം അദ്ദേഹത്തിന് ലഭിക്കാൻ ഇതുവരെ സാധിക്കാഞ്ഞിട്ടാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു നമസ്കാര പ്രശ്നം മാത്രമല്ല, ഇസ്ലാമികമായ ബോധമില്ലാത്തതിൻ്റെ പേരിലാണ് നമസ്കരിക്കാത്തതെങ്കിൽ അവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഒരു നിസ്കരിക്കാത്തൊരു പ്രശ്നം മാത്രമാവില്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലും അദ്ദേഹത്തിൻ്റെ ദീനിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മുതിർന്ന ആളുകളെ, അതായത് ഭർത്താവ്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളുകൾ, ഭർത്താവ്, വാപ്പ, ഉമ്മ, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ ഉപദേശിക്കുമ്പോൾ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ്, എന്നെ ഉപദേശിക്കുകയോ, എൻ്റെ മകൻ എന്നെ ഉപദേശിക്കുകയോ, എൻ്റെ വിദ്യാർത്ഥി എന്നെ ഉപദേശിക്കുകയോ എന്ന ചിന്ത ഒരു ആൻറ്റി മെൻറ്റാലിറ്റിയിലേക്കാണ് അവരെത്തിക്കുക. അതുകൊണ്ട് ഉപദേശിക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ ഒരു ഭാര്യ ഭർത്താവിനോട് നിസ്കരിക്കാൻ ഉപദേശിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ നിസ്കരിക്കാതിരിക്കാം. കാരണം അവൾ പറഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കേണ്ടതാണ്, എൻ്റെ മകൻ പറഞ്ഞിട്ട് ഞാൻ നന്നാവേണ്ട, എൻ്റെ വിദ്യാർത്ഥി വേണ്ട നന്നാവേണ്ട എന്ന അതേ ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാം, മതത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരാൾക്ക് അതുകൊണ്ട് ഉണ്ടാവാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചില ആശയങ്ങൾ, ഇപ്പോൾ സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ വാട്സപ്പുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ കുറച്ച് നമ്മളെ ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊക്കെ കാണിച്ചു കൊടുക്കുമല്ലോ. ഇതേപോലെ ഒരു കാണിച്ചു കൊടുക്കൽ സംവിധാനം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യ ഭർത്താക്കന്മാർക്ക്. നിങ്ങളൊരു ഒരാന പാപ്പാനെ കുത്തുന്നൊരു സംഭവം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കാണുമല്ലോ. അതേ കാണിച്ചു കൊടുക്കുന്ന കൗതുക കാഴ്ചകൾക്കിടയിൽ എന്താണ്, ഞാനൊരു ചെറിയൊരു എപ്പിസോഡ് വായിച്ചു, ഒരു 5 മിനിറ്റ് ക്ലിപ്പ് വായിച്ചു, അപ്പോൾ എനിക്കൊരു വല്ലാതെ ഇത് എന്നെ ക്യാച്ച് ചെയ്ത് തോന്നി, നിങ്ങൾക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞാൽ ക്രമേണ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മതപരമായൊരു ബോധം ഉണ്ടാക്കി തീർക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റും, കഴിയും. അതിലൂടെ മാത്രമേ ഒരാളെ നിസ്കാരം എന്നല്ല എന്തൊരു ദീനി കാര്യങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതൊരു കൽപ്പനയായിട്ടോ അല്ലെങ്കിൽ ഒരു നിർബന്ധിക്കലായിട്ടൊന്നും തോന്നാത്ത രൂപത്തിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമസ്കാരത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഈ 5 നേരം നിസ്കാരം അയാളൊരു നിഷേധ സ്വരത്തിൽ, അതിലൊന്നും വലിയ കാര്യമില്ല, അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു ദീനുമില്ല, അങ്ങനെ ഒരു ഖുർആനുമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളെ കൂടെ ഒരു മുസ്ലിം സ്ത്രീ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ ചില പ്രശ്നങ്ങൾ അതിനുണ്ട്. എന്നാൽ ഒരു തസാഹുൽ, ഒരു ഉദാസീനത കൊണ്ട് എന്താണ് നമസ്കാരം ഉപേക്ഷിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ അയാളെ ക്രമേണ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ നന്നാവുമെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ഒരു നല്ല ഉദ്ദേശത്തോടെ ശ്രമിച്ചാൽ അത് കഴിയും, നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഉണ്ടാകും. അയാളെ അതിലേക്ക് കൊണ്ടുവരുന്നതിൽ വിജയിച്ചാൽ അതിനുവേണ്ട നല്ല ശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് നല്ല മനസ്സ് തോന്നിപ്പിക്കുകയും ദീനിയായി ജീവിക്കുവാനും നമസ്കരിക്കുവാനും ഒക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുകയും. ഈ ഒരു കാലത്ത് പല കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു വളരെ പൊതുവായി കണ്ടുവരാവുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അടുത്തൊരു ചോദ്യം. ഭർത്താവിൻ്റെ ഫോൺ ഉപയോഗം കുറക്കുവാൻ എന്താണ് വഴി എന്നാണ് ഒരു ഭാര്യ ചോദിച്ചിട്ടുള്ളത്. ഈ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഫോൺ ഉപയോഗിക്കാത്തവരാരുമില്ല. പിന്നെ ജീവിതത്തിൽ എല്ലാവരും ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഫോണിൻ്റെ ഉപയോഗങ്ങളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അപരൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ അയാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫോൺ എന്നുള്ളത് ഇന്ന് എന്താണ്, എല്ലാവർക്കും ഒരു അഡിക്ഷനാണ്. ഓരോരുത്തരും ഏത് മേഖലയിലാണുള്ളത് അതിനനുസരിച്ച് അവരതിനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പൊതുവേ ഞാൻ ഇതിന് പരിഹാരം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഫോൺ ഉപയോഗം അവരുടെ ബന്ധങ്ങളെ ബാധിക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ, അവസ്ഥയുണ്ടെങ്കിൽ അതിന് പരിഹാരമായി പ്രായോഗികമായ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒരു എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി. എല്ലാവർക്കും ഇത് പരിഹാരമല്ലെങ്കിൽ ഇതിന് സമാനമായ കാര്യങ്ങളാണ് ഇത് പരിഹാരം. അതായത്
നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഭർത്താവിൻ്റെ ഫോണും അതേ ഭാര്യൻ്റെ ഫോണും നോക്കുക. ഒന്നിച്ചാവുന്ന സമയത്ത് എന്താ വെച്ചാൽ രണ്ടുപേരും ഒരു ഫോൺ നോക്കുക. നമുക്ക് അതിന് അത്രയും സ്വകാര്യതകളില്ലല്ലോ. ഭർത്താവും ഭാര്യ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ എല്ലാം ഭാര്യയ്ക്കറിയാം, ഭാര്യൻ്റെ എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എന്താ പറയുക, ഒന്നിച്ച് നോക്കുക. എന്ത് ചെയ്യുക, ഭർത്താവിൻ്റെ ഫോണ് ഭാര്യയും കൂടി നോക്കുക, ഭാര്യൻ്റെ ഫോണ് ഭർത്താവോട് നോക്കുക. അങ്ങനെയല്ലോ നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഒരു നോവൽ വായിക്കുന്നു, ഒന്നിച്ചിരുന്ന് ഒരു ഖുറാൻ പരിഭാഷ വായിക്കുന്നു, ഒന്നിച്ചിരുന്ന് പീസ് റേഡിയോ കേൾക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്നിച്ചിരുന്ന് നമ്മുടെ ഫോൺ നോക്കുക. അപ്പോൾ എന്താ പറയുക, ആ നോട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിലെന്തുണ്ട്, രണ്ട് പേരും തമ്മിലൊരു സ്നേഹ കൈമാറ്റവും ചർച്ചയും ഒന്നിച്ചുള്ളൊരു ആസ്വാദനവും. നമ്മളൊന്നും മുണ്ടണ്ട, ഒരു കാഴ്ച രണ്ടാൾ ഒന്നിച്ച് കാണുമ്പോൾ തന്നെ ഒരു ഷെയറിങ് നടക്കുന്നുണ്ട്. അതായത് എനിക്ക് കിട്ടുന്ന അതേ മെസ്സേജ് ഇദ്ദേഹത്തിനും കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ അറിയാതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിയുന്നതും നമുക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിച്ചിരുന്ന് നോക്കുക. പിന്നെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ഭാര്യമാർ പരാതി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രശ്നമായി വരുന്നതിൽ ചില അഡിക്ഷൻസാണ്. നമ്മൾ ചില പോൺ സൈറ്റുകൾ പോലുള്ളതൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ, സംശയിക്കാൻ വേണ്ടി പറയില്ല, അങ്ങനെയൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊന്നും ഫോൺ താഴെ വെക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെന്താണ്, ഭർത്താവ് എന്തു കാണുന്നു എന്ന് നോക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അയാൾ വിശ്വസ്തനാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഫോൺ ഭർത്താവിന് കാണാനും പറ്റുമെങ്കിൽ അത് സുതാര്യമാണ്. എന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത വിധം സ്വകാര്യമായി ബാത്റൂമിലും ബെഡ്റൂമിലും ഒക്കെ ഇരുന്നിട്ട് പുറത്ത് പോയിട്ടൊക്കെ ഇരുന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നോക്കുകയാണെങ്കിൽ, അത് നിരന്തരമാണെങ്കിൽ സ്വാഭാവികമായി മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ സ്വഭാവ ദൂഷ്യങ്ങൾ പിന്നെ മാറി വരുമ്പോൾ മാത്രമേ ഫോണിൻ്റെ നിയന്ത്രണം സാധ്യമായി വരികയുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. ഭർത്താവിനെ എന്ത് പേര് വിളിക്കണമെന്നാണ് ഒരു ഭാര്യ ചോദിച്ചത്. വിചാരിച്ചാൽ പിന്നെ നമ്മൾക്ക് സ്വയം സ്നേഹത്തിൻ്റെ പേരിൽ അറിയാതെ വന്നു ചേരുന്ന പല പേരുകൾ ഉണ്ടായിപ്പോകലാണത്. അത് നമ്മളെന്താ വെച്ചാൽ കുട്ടിക്ക് പേരിടുന്ന പോലെ ഇടുന്ന ഒരു പേരല്ല യഥാർത്ഥത്തിൽ അത് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ സ്വാഭാവിക ബന്ധങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാണ്, സംഭവിച്ചു പോണതാണ്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടില്ല, വിളിക്കാൻ പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു പേര് നിങ്ങളെ വിളിക്കണം എന്ന സ്നേഹപൂർവ്വമായൊരു ചോദ്യത്തിലൂടെ ഉത്തരം കണ്ടെത്തുന്ന ഒരു ഇഷ്ടപ്പെട്ട പേര് രണ്ടാളും കൂടെ കണ്ടെത്തി വിളിക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. കാരണം നിങ്ങളൊരു പേര് സെലക്ട് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ പ്രയാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും എന്താ വെച്ചാൽ നല്ല ഒരു, ഇനിയിപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ എന്താ വെച്ചാൽ ഇപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ, ആയിഷ എന്ന് തന്നെ വിളിച്ചായിട്ട് കാണാൻ പറ്റും. ഭർത്താവിന് വിളിക്കുമ്പോൾ ഒരു ബഹുമാനത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിളിക്കേണ്ടത്. അതിന് സാധാരണ നിങ്ങളുടെ നാടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പദം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹവുമായി കൂടി ചർച്ച ചെയ്ത് പറയാൻ അയാൾക്ക് കൂടെ ഇഷ്ടമുള്ളൊരു പേര് സെലക്ട് ചെയ്ത് വിളിക്കുക എന്നുള്ളതായിരിക്കും നന്നായിരിക്കുക എന്നാണ് തോന്നുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം സാധാരണ വരലില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ സ്വാഭാവികമായ ഒരു പേരൊക്കെ ഒരു പ്രയോഗമൊക്കെ വന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ സ്വാഭാവികതയാണ് ഏറ്റവും നല്ലത്. ഇനി ബോധപൂർവ്വം ഒരു പേരിടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പരസ്പരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് വിളിക്കേണ്ടതാണ് ഇഷ്ടം ചോദിക്കുക, ആ ഇഷ്ടം അറിഞ്ഞ് വിളിക്കലായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു ചോദ്യം, വസ്വാസുള്ള ഭാര്യയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. അതായത് കൈ വീണ്ടും കഴുകുക, അല്ലെങ്കിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ തുടങ്ങിയ വസ്വാസുള്ള ഒരു ഭാര്യയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം എന്നാണ് ചോദ്യം. ഈ വസ്വാസ് എന്നുള്ളത് പിന്നെ OCD എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് വളരെ വ്യാപകമാണ്. ഇപ്പോൾ പഴയ പോലെയല്ല, ഇത് ഇഷ്ടം പോലെ ആളുകൾക്കുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ധാരാളക്കണക്കിന് പുതുതലമുറകൾ, കുറച്ച് പ്രായമായവരിൽ നമ്മൾ മുമ്പൊക്കെ ഇത് സാധാരണ കണ്ടിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഒരു 10, 40, 45, 50 വയസ്സ് കഴിഞ്ഞാൽ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇത് വളരെ കോമൺ ആണ്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഈ OCD ഉള്ള ആളുകൾ, വസ്വാസുള്ള ആളുകളുണ്ടല്ലോ, ഈ വസ്വാസുള്ള ആളുകളെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും. സത്യത്തിൽ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയണത്. ഇവർക്ക് കഴിയൂല. ഇപ്പോൾ ഒരാൾ ബാത്റൂമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ച് പിന്നെ ഒഴിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും, ഒരു ടാങ്ക് വെള്ളമായി ഇപ്പോൾ നിങ്ങൾ ഒഴിച്ച് കളയണം, എന്താ നിങ്ങൾ ചെയ്യണത്, വെള്ളത്തിൻ്റെ വില എന്താണ്, എന്തിനാണ് ഇത് നഷ്ടപ്പെടുത്തി കളയണത് എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അവർക്ക് കഴിയാഞ്ഞിട്ടാണ് അവരിത് ചെയ്യണത്. അവർക്കത് സാധ്യമാവുന്നില്ല, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു അസുഖം എന്ന നിലയ്ക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു കൗൺസിലിങ്ങിൽ ഇതിനൊക്കെ ചില പ്രയോജനങ്ങൾ ഉണ്ടെങ്കിലും വിത്ത് മെഡിസിൻ,
മരുന്ന് ഏറ്റവും നന്നായി വേണമെന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. ഇപ്പം മരുന്നുകൾ പലതുണ്ടല്ലോ. ഇപ്പോൾ അലോപ്പതിയിൽ നല്ല സൈക്കാട്രിക് ഡോക്ടർമാരിലുണ്ട്, അതേപോലെ തന്നെ ഹോമിയോപ്പതിയിലുണ്ട്, പലതിലും നല്ല മെഡിസിൻസ് ഉണ്ട്. അത് മെഡിസിൻ ഉപയോഗിക്കണം. പക്ഷെ നമുക്കൊരു പ്രാഥമികമായി ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഒന്ന്, ഈ മതപരമായ കാര്യങ്ങളിലാണ് ഇവർക്ക് വസ്വാസെങ്കിൽ, അതായത് വൃത്തിയായോ ശുദ്ധിയായോ നായ തൊട്ടോ ഓതു ശരിയായോ നിസ്കാരം ശരിയായോ ഫാത്തിഹ ഓതിയോ ഓതിയിലെ നിയ്യത്ത് ശരിയായോ, ഇതൊക്കെയാണ് ഇവർക്ക് വസ്വാസ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കത് മതപരമായ വിവരമുള്ള ഒരാളെ കൊണ്ട് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ പറയണമെങ്കിൽ ഇപ്പോൾ നീയത്ത് വെച്ച് ശരിയായില്ല, ഒരാളെ നീയത്ത് ശരിയല്ല, എനിക്ക് നിസ്കരിക്കുമ്പോൾ നീയത്ത് വെച്ചിട്ട് ശരിയാവില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ, എനിക്ക് രാത്രി നിസ്കാരത്തിന് നീയത്ത് വെച്ചിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുടെ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ രാത്രി ഉണർന്നത് എന്തിനാ? രാത്രി നിസ്കരിക്കാൻ. ഒലുവെടുത്ത് എന്തിനാ? രാത്രി നിസ്കരിക്കാൻ. ബാത്റൂം പോയത് എന്തിനാണ്? നിങ്ങൾ നിസ്കരിക്കാൻ ഒലുവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പായ വിരിച്ച് എന്തിനാണ്? ഒലുവെടുക്കാൻ വേണ്ടിയിട്ട്. നിസ്കാരക്കുപ്പായിട്ട് എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടി. ഇതൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ഞാൻ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങൾ എന്തിനു പറയണം? അപ്പോൾ അവിടെ ഉദ്ദേശമുണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ നീയത്തിൻ്റെ വസ്വാസ് പോകും. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വസ്വാസ് എന്നുള്ളൊരു അസുഖം ആകുന്നത് കൊണ്ട് ഒലുവെടുക്കുമ്പോൾ പിന്നെ ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. അത് ഇനി നേരായില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് വിചാരിച്ചോളൂ. ഈ അസുഖമുള്ള ആൾക്കാർക്ക് അവർക്ക് ആ ഒലു മതി എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാരതാ പറഞ്ഞത്, അവർക്ക് ആ ഒലു മതി. ഇനിയിപ്പോൾ അത് തെക്കുബീറത്തിൽ ഇറങ്ങാൻ കെട്ടിയിട്ട് ശരിയായില്ല എന്ന് തോന്നി അത് മതി. അത് ശരിയായില്ലെങ്കിലും നിങ്ങൾക്കത് മതി. നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ നിങ്ങൾ നിസ്കാരം ശരിയാവാത്ത അവസ്ഥ ഉണ്ടാവില്ലെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ പിന്നെ ഒരു ചെറിയൊരു പരിശീലനം നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെ കൂടെ ഇങ്ങനെ നിന്ന് സഹകരിച്ച് കൊടുത്താൽ അവരെ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഇത്ര മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നിങ്ങനെ നമ്മൾ അവരെ കൂടെ നിന്ന് ഒരു പരിധി വരെ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സഹകരിച്ച് കൊടുത്താൽ എന്ത് ചെയ്യും, അത് പറ്റും. പിന്നെ വേറെ ചില കേസിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഈ OCD എന്നുള്ളത് വരുന്നത് ഒരു പക്ഷേ ചില മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. ചിലപ്പോൾ വല്ല മൈഗ്രെയിനോ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെന്നൊക്കെ എന്ത് ചെയ്യും, OCDയിലേക്ക് വരാം. അപ്പോൾ ചില മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഇതിന് കുറവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു പരിഹാര മാർഗ്ഗമാണ്. ഏതായിരുന്നാലും മതപരമായ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ അത് പണ്ഡിതന്മാരോട് ദൂരീകരിച്ച് മെഡിസിൻ ഉപയോഗിച്ചാൽ പൂർണ്ണമായും മാറിക്കിട്ടുന്നൊരു അസുഖമാണ്. അതിനെപ്പറ്റി ആശങ്കപ്പെട്ട ഒരു കാര്യമില്ല. അതിൻ്റെ പേരിൽ ഡൈവേഴ്സ് ചെയ്യേണ്ട പ്രശ്നമല്ല. അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പാരൻസിൻ്റെ പെർമിഷനോട് കൂടി പ്രണയിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചത്. വിവാഹത്തിന് ശേഷം പ്രണയം അനിസ്ലാമികം, അത് ഇനി വരാനുള്ള തലമുറയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നെല്ലാം പ്രസംഗത്തിലൂടെ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ വളരെയധികം പശ്ചാത്താപം അതിൽ തോന്നുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഇനി ഈ ഒരു തെറ്റിന് ഏത് തരത്തിലുള്ള പ്രായശ്ചിത്തമാണ് ചെയ്യാൻ കഴിയുക? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. എന്നാൽ ഇതൊരു ഈ വിഷയം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു തെറ്റും വൈകി നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവാം. ഒരാൾ മദ്യപിക്കുന്നു, ആ മദ്യപാനം തെറ്റാണെന്ന് അയാൾക്ക് പിന്നീട് മനസ്സിലായി. ഒരാൾ അവിഹിത ബന്ധം പുലർത്തുന്നു, അത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അതിനെന്താ പരിഗണിച്ചാൽ, ആ ഏത് തെറ്റിനും ചില പ്രത്യാഘാതങ്ങളുണ്ടാവും. ആ പ്രത്യാഘാതം അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മദ്യപാനം നിർത്തി, നന്നായി എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ, അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. ചിലപ്പോൾ അയാൾക്ക് ലിവർ സിറോസിസ് പിന്നീട് വരാം, അയാൾക്ക് പ്രശ്നങ്ങൾ വരാം. അയാൾ നിർത്തി 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരിക. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അത് നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രണയം തെറ്റായിരുന്നു എന്ന് തോന്നിയത് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ വിവാഹമോചനം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്രണയം തെറ്റാണ് എന്ന് മനസ്സിലായി, അസ്തഗ്ഫിറുല്ലാഹ്, ഞങ്ങൾ അന്ന് ചെയ്ത തെറ്റ്, ആ സമയത്ത് ചാറ്റ് ചെയ്തത്, ബന്ധപ്പെട്ടത് എല്ലാം പടച്ചോൻ പുറത്തു തരണം എന്നുള്ളത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഈമാൻ വർദ്ധിപ്പിച്ച് കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രണയ വിവാഹം കൊണ്ട് ഉണ്ടാവാവുന്ന, കാരണം ഇസ്ലാം വെച്ചത് അറേഞ്ച്ഡ് മാരേജാണ്. അല്ലാത്തൊരു വഴി ഇസ്ലാം നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ ഇസ്ലാം വിരോധിച്ച വഴികളിലൂടെ പോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ വരാം. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് ജീവിച്ചാൽ മതി. ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രണയിച്ച് ജീവിച്ചവർക്ക് ഉണ്ടാകുന്നൊരു സംഭവമാണ് വിശ്വാസക്കുറവ്. കാരണം അന്ന് എന്നോട് ചാറ്റ് ചെയ്ത ഒരാളാളുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പോഴും അയാൾക്കാരുമായിട്ടെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം ചില മനസ്സിൽ വരാം. അപ്പോൾ അങ്ങനെ സംശയം എനിക്ക് വരുന്നത് മുമ്പ് പ്രണയം ഉണ്ടായത് കൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി. അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് വരാവുന്ന പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതേ പറ്റുള്ളൂ. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഒരു പരിധിവരെ
ആ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പരിഹാരങ്ങൾ കാണാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും നമ്മൾ ഈ ക്വസ്റ്റ്യനുകളൊക്കെ ആൻസർ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വേഗത്തിലൊരു ഡൈവേഴ്സിലേക്കോ ഒരു പ്രശ്നത്തിലേക്കോ കുടുംബ കലഹത്തിലേക്കോ പാരൻസ് തമ്മിലേക്കുള്ള ഒരു വാക്ക് തർക്കത്തിലേക്കോ ഒന്നും എത്തിക്കാതെ എന്താണ് സ്വകാര്യമായ അന്വേഷണങ്ങളും ചില പരിശ്രമങ്ങളും ചില ക്ഷമയും സഹനവും ചില അറിവുകളും ചില ഷെയറിങ്ങളൊക്കെ നടത്തിയാൽ ഏത് പ്രശ്നങ്ങളെയും സ്മൂത്തായി പരിഹരിച്ച് നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ദാമ്പത്യത്തിനോ നമ്മുടെ മാതാപിതാക്കൾക്കോ മാനസികമായ പ്രശ്നങ്ങളോ ഭാവി പ്രശ്നങ്ങളോ വരാതെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഈ അറിവുകളെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ധാരാളം പ്രസക്തമായ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമ്മൾ ഈ ഒരു ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ലൈവ് എപ്പിസോഡിലൂടെ കേൾക്കുകയുണ്ടായി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞ ബഹുമാന്യനായ ആരിസ് മൗലവിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. Peace Radio. Tune to reality.